ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ ഉമ്മ ഹജ്ജിന് പോവാണ് കേട്ടോ. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ്. ആ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ നല്ല ഒന്നാന്തരം മലപ്പുറംകാരിയാണ് കേട്ടോ. എന്നാൽ എൻ്റെ ഭാഷ കണ്ടാൽ മലപ്പുറം വിട്ടു എന്നാൽ കോഴിക്കോട് എത്തിയില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഷയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു മോണ്ടിസോറി ടീച്ചറും കൂടെയാണ്. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു നല്ല ഭാഷയിൽ സംസാരിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ സംസാരിക്കും. അപ്പം ഉണ്ടല്ലോ, ശുദ്ധ മലയാളത്തിൽ നിന്ന് അങ്ങോട്ട് എത്തിയിട്ടുമില്ല, എന്നാൽ പച്ച മലയാളത്തിൽ നിന്ന് അങ്ങോട്ട് പോവുകയും ചെയ്തു. അങ്ങനത്തെ ഒരു ഭാഷയാണ് ഇപ്പോൾ നിലവിൽ എൻ്റെ ഭാഷ. ഇപ്പം ഇതെന്താ ഇവിടെ പറയാൻ കാരണം എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. എൻ്റെ വ്ളോഗ് കാണുന്ന എന്നെ അറിയണ ആൾക്കാരുണ്ടല്ലോ, അവർ പറയാണ് നിന്റെ സംസാരം കേട്ടിട്ട് ഞങ്ങൾ ചിരിച്ച് ഒരു വഴക്കാകും. കാരണം അവരോട് പറയണ ഭാഷ വേറെയാണേ. ഞങ്ങളെ വീട്ടിലൊക്കെ എൻ്റെ ഭാഷ പറഞ്ഞാണ്ട് ട്രോളാണെന്നാണ് പറയണത്. എന്നാലോ ഞാൻ ഈ വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് ആ ഭാഷ വരില്ല. അപ്പം നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആവണമല്ലോ, അതുകൊണ്ടായിരിക്കാം. അപ്പം ഇനി നമുക്ക് ഇമ്മാൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞങ്ങളെല്ലാവരും പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിലൊക്കെ കയറി. ഹസ്ബൻഡായിരുന്നു കേട്ടോ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. വണ്ടിയിൽ മുഴുവനും സംസാരം എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും മറന്നിട്ടുണ്ടോ, പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുക്കാൻ മറന്നിട്ടുണ്ടോ, ഇത് തന്നെ ആയിരുന്നു ചർച്ച. അപ്പം നമ്മൾ ഒന്നും മറന്നിട്ടില്ല, എല്ലാം പെർഫെക്റ്റ് ആണല്ലോ, നമ്മൾ ഓക്കെ ആണല്ലോ. എന്നാലോ നമ്മൾ ഇവിടെ എയർപോർട്ടിൽ തന്നെയാണ് കേട്ടോ, കൊണ്ടോട്ടി എയർപോർട്ടിൽ തന്നെ ആയിരുന്നു ഉമ്മ കയറുന്നുണ്ടായിരുന്നത്. അപ്പോൾ കോഴിക്കോടിൻ്റെ കൊണ്ടോട്ടിൻ്റെ ഇടയ്ക്കിലാണല്ലോ നമ്മുടെ എയർപോർട്ട്. അപ്പോൾ അവിടെ നമ്മൾ എത്തിയിട്ട് അവർ എല്ലാവരും കൂടെ ഹജ്ജിന് പോകുന്ന ആളുകൾ ഗവൺമെൻറ്റിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പോകുന്ന ആളുകൾ എല്ലാവരും കൂട്ടം കൂടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരോട് ഫോട്ടോ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ. പക്ഷേ അത് എടുക്കാൻ മറന്നുപോയി. അതവിടെ എത്തിയിട്ടാണ് അറിയണത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് മറക്കണമല്ലോ. പിന്നെ ഫോട്ടോ അത്ര നിർബന്ധമല്ലാത്തത് കൊണ്ട് അങ്ങനെ കഴിച്ചിലായിപ്പോയി. ഉമ്മാനെ ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള ആളുകളുടെ ഒക്കെ ഒപ്പം ആക്കി കൊടുത്തിട്ട് ഞങ്ങൾ ബാത്റൂമും അന്വേഷിച്ച് പോയി. നേരത്തെ വന്നതാണല്ലോ, അപ്പോൾ ഏറ്റവും ലാസ്റ്റാണെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ നടന്നു പോയി. അവിടെ എത്തി ബാത്റൂമിലൊക്കെ പോയി വന്നപ്പോൾ നല്ല കുടിവെള്ളം കണ്ടു. തണുപ്പും പാകത്തിന് തണുപ്പുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല വെള്ളം. അപ്പോൾ അതൊക്കെ നല്ലോണം കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോന്നു. പിന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ, ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ ഞങ്ങളവിടെ നല്ലൊരു ഹോട്ടൽ കണ്ടു. നാടൻ ഭക്ഷണമാണെന്ന് പറഞ്ഞ് നല്ല വെറുംചോറൊക്കെ കിട്ടണ ചോറൊക്കെ കിട്ടണ സ്ഥലമാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളവിടെ ഇറങ്ങിയിട്ട്, കാരണം വീട്ടിൽ നിന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ രാവിലെ തന്നെ ഇറങ്ങി പോകുന്നതല്ലേ, വീടും പൂട്ടിയിട്ട് അവിടെ ആരും ഇല്ലല്ലോ. പിന്നെ അങ്ങനെ ചൂട് വെള്ളം വന്നു, ചോറ് വന്നു. ചോറിൽ ചക്ക കൂട്ടാനുണ്ട്, ഒരു ഉപ്പേരി ഉണ്ട്, നല്ല അച്ചാറും ഉണ്ട്, പിന്നെ ഒരു മീനും, പിന്നെ മീൻകറിയും സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ആ മീൻ പൊരിച്ചതൊക്കെ നല്ല എന്താ പറയുക, മത്തിയാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. നല്ല നെയ്മത്തി ഉണ്ടായിരുന്നു വലിയ. പിന്നെന്താ മോരുണ്ടായിരുന്നു. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ, നല്ല സ്വാദുണ്ടായിരുന്നു. കടേൻ്റെ പേരാണ് ഹൈലൈറ്റ്, അസർപ്പിൻ്റെ ചായക്കട, അതായിരുന്നു കേട്ടോ. പിന്നെ ഭക്ഷണം കഴിച്ചാൽ നല്ല മധുരം നിർബന്ധമാണല്ലോ. അപ്പം നമ്മളൊരു മൈസൂർ പാക്കും കൂടെ വാങ്ങിച്ചു. എന്നിട്ട് നേരെ വീട്ടിലോട്ട് വിട്ടു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.